Mesmerizing wedding collection. Tejaswini by Chungat Jewelry. Beautiful. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. മലങ്കര സഭാ അധ്യക്ഷൻ ശ്രേഷ്ഠ കത്തോലിക്ക ആബൂൻ മോർ ബസേലിയോസ് ജോസഫ് കാത്തോലിക്ക ബാവ ഏപ്രിൽ 25-ന് അങ്കമാലി മേഖലയിലെ വിവിധ പള്ളികളുടെ നേതൃത്വത്തിൽ ശ്രേഷ്ഠ ബാവയ്ക്ക് അങ്കമാലിയിൽ സ്വീകരണം നൽകും. യാക്കോബായ സുറിയാനി സഭയുടെ മലങ്കര 81ാമത് കാത്തോലിക്കയാണ് സ്ഥാനമേറ്റ ശ്രേഷ്ഠ ആബൂൻ മോർ ബസേലിയോസ് ജോസഫ് കാത്തോലിക്ക ബാവ. ക്രൈസ്തവ ചരിത്രത്തിന്റെ ഈറ്റില്ലമായ അങ്കമാലിയിലേക്കാണ് ബാവ എത്തിച്ചേരുന്നത്. ഏപ്രിൽ 25-ന് വൈകിട്ട് 5:30-നാണ് ശ്രേഷ്ഠ ബാവയുടെ സന്ദർശനം. മേഖലയിലെ 30-ലേറെ വരുന്ന പള്ളികളുടെ നേതൃത്വത്തിൽ അങ്കമാലി ചർച്ച് ജംഗ്ഷനിൽ നിന്ന് ശ്രേഷ്ഠ ബാവയെ വരവേൽക്കും. തുടർന്ന് ചേരുന്ന സ്വീകരണ യോഗത്തിൽ യാക്കോബായ സഭയിലെ പ്രമുഖ വൈദികരും ജനപ്രതിനിധികളും രാഷ്ട്രീയ, സാംസ്കാരിക, സാമുദായിക മേഖലകളിലെ പ്രമുഖരുമടക്കം പങ്കെടുക്കുമെന്ന് മേഖലാ മെത്രാപ്പോലീത്ത ഡോക്ടർ മാത്യൂസ് മോർ അന്തീമോസ് പറഞ്ഞു. അങ്കമാലി പള്ളി 1600ഓളം വർഷം പഴക്കമുള്ള ദേവാലയമാണ്. ക്രൈസ്തവ ചരിത്രത്തിൽ അങ്കമാലിയെ ക്രിസ്ത്യാനികളുടെ തലസ്ഥാനമെന്ന് നമുക്ക് വിളിക്കുവാനായിട്ട് സാധിക്കും. ആദ്യത്തെ സെറ്റിൽമെൻറ്റ് അങ്കമാലിയിലായിരുന്നു നമുക്ക് മനസ്സിലാക്കും. പ്രത്യേകിച്ച് ഈ പള്ളിയിൽ നിന്നുകൊണ്ടാണ് തോമാ അർക്കദിയാക്കോൻ 1653 കൂനംകുരിശ് സത്യത്തിനെല്ലാം നേതൃത്വം കൊടുത്തതും പിന്നീട് 1665 ആദ്യത്തെ മെത്രാപ്പൊലീത്തയായി വടക്കംപറവൂർ പള്ളിയിൽ കബടങ്ങിയിരിക്കുന്നതായ അബ്ദുൽ ജലീൽ മോർ ഗ്രിഗോറിയോസ് ബാവായുടെ തൃക്കരങ്ങളാൽ ആദ്യത്തെ തദ്ദേശീയ മെത്രാപ്പൊലീത്തയെ വാഴിക്കപ്പെട്ടത്. അങ്കമാലി പള്ളിക്ക് ഒരു വലിയ ചരിത്ര പ്രാധാന്യമുണ്ടെന്ന് പറയുവാനാണ് ഇത്രയും ആമുഖമായി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ യാക്കോബായ സുറിയാനി സഭയുടെ നവാഭിഷിക്തനായ ശ്രേഷ്ഠ കാതോലിക്ക ആബൂൻ മോർ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവായ്ക്ക് അങ്കമാലി ഭദ്രാസനം അങ്കമാലി മേഖലയുടെ ആഭിമുഖ്യത്തിൽ നൽകപ്പെടുന്നതായ സ്വീകരണം അത് സഭയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു സ്വീകരണമാണ്. പുണ്യശ്ലോകനായ ബസേലിയോസ് തോമസ് ഒന്നാമൻ ബാവ ഈ സഭ ഏറ്റവും ശ്രേഷ്ഠമായി നയിച്ചു. പകരക്കാരനില്ലാത്ത അമരക്കാരൻ എന്ന് സഭാമക്കൾ ഏറെ ഉച്ചത്തിൽ ഉദ്ഘോഷിച്ച ആ നാമം ആ പിതാവ് തന്നെയാണ് പിൻഗാമിയായിട്ട് കൊച്ചി ഭദ്രാസന മെത്രാപ്പൊലീത്തയായിരുന്ന ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെ ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്യുന്നത്, നിർദ്ദേശിക്കുന്നത്. തുടർന്ന് സഭ ഐക്യകണ്ഠേന തിരുമേനിയെ കാതോലിക്ക സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുകയും മാർച്ച് മാസം 25-ാം തീയതി 2025 മാർച്ച് 25-ാം തീയതി സഭയെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമുള്ള ദിവസം ദൈവമാതാവിൻ്റെ വചനിപ്പ് പെരുന്നാൾ ദിവസമാണ്. അന്ത്യോക്യയുടെ പരിശുദ്ധ മോറാൻ മോർ ഇഗ്നാത്തിയോസ് സഖ അപ്രയൻ 2ാമൻ പാത്രീസ് ബാവ, അന്ത്യോക്യയുടെ മോറാൻ മോർ ഇഗ്നാത്തിയോസ് അപ്രയൻ 2ാമൻ പാത്രീസ് ബാവയുടെ തൃക്കരങ്ങളാൽ കാതോലിക്ക സ്ഥാനത്തേക്ക് അവരോധിച്ചത്. മാർച്ച് 30-ാം തീയതി മലങ്കരയിലേക്ക് എഴുന്നള്ളി വന്ന ബാവായെ സഭ രാജകീയമായി എതിരേറ്റു. തുടർന്ന് നോമ്പിൻ്റെ അവസാന കാലഘട്ടമായതുകൊണ്ടാണ് ബാവ സ്വീകരണ പരിപാടികളെ മാറ്റിവെക്കുകയും നോമ്പിന് ശേഷം വീണ്ടും ബാവായെ എല്ലാ മേഖലകളിലും സ്വീകരിക്കുന്നതായ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ഈ വരുന്ന ഏപ്രിൽ 25-ാം തീയതി വെള്ളിയാഴ്ച 5:30 മണിക്ക് എത്തിച്ചേരുന്ന ബാവായ്ക്ക് അങ്കമാലി ഭദ്രാസനം അങ്കമാലി മേഖലയുടെ ആഭിമുഖ്യത്തിൽ പ്രൗഢോജ്വലമായ സ്വീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. വളരെ സന്തോഷത്തോടെ അങ്കമാലിയുടെ നിയമസാമാജികൻ റോജി എം ജോൺ, അതുപോലെ മുനിസിപ്പൽ ചെയർപേഴ്സൺ, മുനിസിപ്പൽ കൗൺസിലേഴ്സ് അവരെല്ലാം ആത്മാർത്ഥമായ ഒരു സഹകരണം ആദ്യമേ തന്നെ ഉണ്ടായി. എല്ലാ അറേഞ്ച്മെൻറ്റ്സിനും അവരുടെ ഒരു വലിയ പിന്തുണയുണ്ടായി. അവർ നേതൃത്വത്തിൽ ഒത്തിരി നിർദ്ദേശങ്ങളെല്ലാം നൽകിയതെല്ലാം നന്ദിയോടുകൂടി ഇത്തരണത്തിൽ ഓർക്കട്ടെ. പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദേഹവിയോഗത്തെ ഉണ്ടായതിൻ്റെ ആ ദുഃഖാചരണം 3 ദിവസം സഭ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സ്വീകരണ പരിപാടികളുടെ ആ ഒരു അറേഞ്ച്മെൻറ്റ്സിൽ ചെറിയൊരു മാറ്റമുണ്ട്. 5:30 മണിക്ക് TB ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു റാലിയാണ് ആദ്യം പ്ലാൻ ചെയ്തത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ഒഴിവാക്കി
മെയിൻ റോഡിൽ എത്തിച്ച് നാഷണൽ ഹൈവേ എത്തിച്ചേർന്ന ബാവായെ അവിടെ നിന്ന് സ്വീകരിച്ച് പള്ളിയിലേക്ക് കൊണ്ടുവരുന്നതായ ഒരു പരിപാടിയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്കമാലി ഭദ്രാസനത്തിൻ്റെ വലിയ മെത്രാപ്പൊലീത്ത അഭിമന്യ ഡോക്ടർ എബ്രാഹാം സേവേറിയോസ് മെത്രാപ്പൊലീത്ത, ഒപ്പം അങ്കമാലി ഭദ്രാസനത്തെ 5 മേഖലകളാക്കി അതിൻ്റെ മെത്രാപ്പൊലീത്തന്മാരായിരിക്കുന്ന അഭിമന്യ മാത്യൂസ് മാർ അഫ്രൈം, അഭിമന്യ ഏലിയാസ് മാർ അത്താനാസിയോസ്, അഭിമന്യ ഏലിയാസ് മാർ യൂലിയോസ്, ഒപ്പം അങ്കമാലി ഭദ്രാസനത്തിൽ നിന്ന് മെത്രാപ്പൊലീത്ത അയക്കുന്ന അഭിമന്യ കുര്യാക്കോസ് മാർ യൂസേബിയോസ്, അഭിമന്യ മർക്കോസ് മാർ ക്രിസോസ്റ്റമോസ് എന്നീ മെത്രാപ്പൊലീത്തന്മാരുടെ സാന്നിധ്യം ആ യോഗത്തിൽ ഉണ്ടാകും. ഒപ്പം MP ശ്രീ ബെന്നി ബെഹനാൻ, MLA മാരായിരിക്കുന്ന റോജിയം ജോൺ, അൻവർ സാദത്ത്, അതുപോലെ തന്നെ ശ്രീനിജൻ, മുനിസിപ്പൽ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഷിയോ പോൾ, അതുപോലെ തന്നെ വാർഡ് കൗൺസിലർ ലില്ലി ജോയ്, അങ്കമാലി ബസലിക്ക വികാരി ഫാദർ ലൂക്കോസ് കുന്നത്തൂർ, കാലടി അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ബ്രഹ്മപരാനന്ദ, സഭയുടെ ഭാരവാഹികളായിരിക്കുന്ന സഭാ ട്രസ്റ്റി തമ്പു ജോർജ് തുകലൻ, സെക്രട്ടറി ജേക്കബ് സി മാത്യു, അതോടൊപ്പം തന്നെ അങ്കമാലി മേഖലയുടെ വൈദിക സെക്രട്ടറി ആയിരിക്കുന്ന വന്യ വർഗീസ് അരീക്കൽ കോർപ്പിസ് കൊപ്പാച്ചൻ, ഇടവയുടെ വികാരി ബഹുമാനപ്പെട്ട ഗീവർഗീസ് മണ്ണാറമില്ലച്ചൻ, സഹവികാരി എൽദോ ചെറിയാനച്ചൻ, മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ്, പ്രത്യേകിച്ച് ഇടവയിൽ നിന്നുള്ള മെമ്പേഴ്സ് KD റോയ്, അതുപോലെ തന്നെ മുൻ ഗതാഗത മന്ത്രി അഡ്വക്കേറ്റ് ജോസ് ചട്ടിയിൽ, അങ്കമാലി മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് ശ്രീ PY ഏലിയാസ്, അതുപോലെ തന്നെ ഇടവയുടെ ട്രസ്റ്റിമാർ പ്രിയപ്പെട്ട ജോർജേട്ടനും വർഗീസേട്ടനും, അതുപോലെ തന്നെ മേഖലയിൽ നിന്നുള്ള മാനേജിംഗ് കമ്മിറ്റി കൗൺസിൽ മെമ്പേഴ്സ് ഷെവലിയാർമാർ, ഒപ്പം ഈ മേഖലയുടെ ശുശ്രൂഷകളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ചുക്കാൻ പിടിക്കുന്ന ബഹുമാനരായ വൈദികർ, ആധ്യാത്മിക സംഘടനകൾ, പ്രത്യേകിച്ച് സൺഡേ സ്കൂൾ, വനിതാ സമാജ്, യൂത്ത് അസോസിയേഷൻ, അവരുടെ എല്ലാം നേതൃത്വത്തിലാണ് ഈ വലിയ സമ്മേളനം ഇവിടെ നടത്തപ്പെടുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ഒരു സമയത്ത് എല്ലാവർക്കും ബിസി ഷെഡ്യൂളാണ്. പ്രത്യേകിച്ച് അങ്കമാലിയിലെ ഗതാഗത നിയന്ത്രണങ്ങൾ ഏറ്റവും ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വളരെ ക്ലിപ്തമായിട്ടെല്ലാം പരിപാടികൾ ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ടി ഒരു ബൃഹത്തായൊരു കമ്മിറ്റി രൂപീകരിച്ച് വിവിധ കമ്മിറ്റികളായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. ഇന്നലെയും അതിൻ്റെ ഒരു അവലോകന മീറ്റിംഗ് ഉണ്ടായി. കാക്കനാട് തുടങ്ങി വടക്കംപറവൂർ, അതുപോലെ തന്നെ മുക്കന്നൂർ വരെ നീണ്ടു നിവർന്ന് എടുക്കുന്നതായ അങ്കമാലി മേഖലയിൽ നിന്നുള്ള പള്ളികളിൽ നിന്നുള്ള പ്രതിനിധികളും 45ഓളം പള്ളികളും അവിടെ നിന്നുള്ള ഭക്തജനങ്ങളുമാണ് ഈ പരിപാടിയിൽ ആദ്യം സംബന്ധിക്കുന്നത്. 1600-ൽ പരം വർഷം പഴക്കമുള്ള സുറിയാനി സഭയുടെ ഏറ്റവും വലിയ ഭദ്രാസനങ്ങളിലൊന്നാണ് അങ്കമാലിയിലേത്. 25-ന് അങ്കമാലി സെന്റ് മേരീസ് സൂനോറോ കത്തീഡ്രൽ പള്ളിയിൽ നടക്കുന്ന ശ്രേഷ്ഠ ബാവയ്ക്ക് നൽകുന്ന സ്വീകരണം ചരിത്ര സംഭവമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സംഘാടകർ. വാർത്താസമ്മേളനത്തിൽ മേഖലാ മെത്രാപ്പോലിത്തയ്ക്കൊപ്പം മേഖലാ സെക്രട്ടറി വർഗീസ് അരീക്കൽ കോറപ്പിസ്കോപ്പ, കത്തീഡ്രൽ വികാരി ഫാദർ ഗീവർഗീസ് മണ്ണാറമ്പിൽ, സഹവികാരി ഫാദർ എമിൽ ഏലിയാസ്, ഫാദർ എൽദോ ചെറിയാൻ, സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം KD റോയി, ട്രസ്റ്റിമാരായ KY വർഗീസ്, EP ജോർജ് എന്നിവരും പങ്കെടുത്തു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന് 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ് അങ്കമാലി. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി.